ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ വീടുകളിൽ വേസ്റ്റായി വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ കുറച്ച് യൂസ്ഫുൾ ഐഡിയാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് സോപ്പ് ലിക്വിഡ്, ഓയിൽ, കംഫർട്ട് ഇങ്ങനത്തെ ബോട്ടിൽ ക്യാൻസ് വെച്ചിട്ട് വാട്ടർ ക്യാൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നല്ല വില കൊടുത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വാട്ടർ ക്യാൻസിൻ്റെ അതേ യൂസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ. ചട്ടികളിൽ വെള്ളം ഫോഴ്സിൽ കുത്തി ഒഴിക്കാതെ പതുക്കെ വെള്ളം ഒഴിക്കാൻ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സോപ്പ് ലിക്വിഡ് ക്യാനാണ്. ഇതിൻ്റെ ടോപ്പിൽ ഷവർ പോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഹാൻഡിലിൻ്റെ അടുത്തായിട്ടും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോൾ നന്നായി പ്രസ് ചെയ്താൽ വെള്ളം പുറത്തേക്ക് വരില്ല. വെള്ളം പുറത്തേക്ക് വരാനുള്ള എയർ പ്രഷർ കിട്ടാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ ചെയ്ത സെക്കൻഡ് ഐഡിയ എന്താണെന്ന് നോക്കാം. നമ്മൾ വാങ്ങുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ചെയ്യണത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പേരക്ക, മാങ്ങ, ചാമ്പക്ക ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട് പ്ലക്കർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് കൂർത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു വലിയ ഹോൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് നന്നായി വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്തും കൊടുക്കണം. ഇനി നമുക്ക് ആ ബോട്ടിലിൻ്റെ വായുഭാഗത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നീളമുള്ള കമ്പ് വെച്ചിട്ട് ഫ്രൂട്ട്സ് പൊട്ടിക്കാം. മാങ്ങ പൊട്ടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബോട്ടിലിന് കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും താഴെ വീഴാതെ പൊട്ടിച്ചെടുക്കാൻ ഈ ഒരു ഐഡിയ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെ വീട്ടുമുറ്റത്തും ഇതുപോലെ ചാമ്പക്ക, മാവുന്തയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്ത് കമ്പോസ്റ്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കമ്പോസ്റ്റ് മിക്സൊക്കെ റെഡിയാക്കാൻ പോകുന്ന ചട്ടിയിൽ ഒരു കമ്പ് കുത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ബോട്ടിൽ കുത്തി വെക്കാം. ബോട്ടിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ് കുത്തി വെക്കുന്നത്. ബോട്ടിലിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കിച്ചൺ വേസ്റ്റായി വരുന്ന പഴത്തോല്, പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോരും ശർക്കര നീരിൻ്റെ മിക്സ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വേസ്റ്റ് ദ്രവിക്കാനാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ദ്രവിക്കുമ്പോൾ അതിലുള്ള വെള്ളം കുപ്പിയുടെ താഴ്ഭാഗത്തിലൂടെ അത് ഇറങ്ങിക്കോളും. ഇത് മുളപ്പിച്ച തൈകളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആവുന്ന വാട്ടർ ബോട്ടിൽ ഐഡിയ ആണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈസിയായി തൈകൾ മറിഞ്ഞു വീഴാതെ സോഫ്റ്റായി വെള്ളം ഒഴിക്കാൻ പറ്റും. പിന്നെ ബോട്ടിൽ പ്രസ് ചെയ്താൽ മാത്രം വെള്ളം ഷവർ പോലെ വരുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഐഡിയ നമുക്ക് വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രവൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതൊരു ഗാർഡനേഴ്സും യൂസ് ചെയ്യുന്നതാണ് ഈ ട്രവൽ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കംഫർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഐഡിയ നമുക്ക് ഈസിലി മണ്ണ് കോരാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ചെയ്തത് ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന 2 ടൈപ്പ് പ്ലാന്റേഴ്സ് ആണ്. ഇത് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് രണ്ടും ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 7 യൂസ്ഫുൾ ഐഡിയാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.